പക്ഷെ റെക്കോർഡിങ് വന്നു. ഇനി ടെസ്റ്റ് വരാണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞോണ്ട് തന്നെ ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്യുന്നത് മുതൽ മരണപ്പെടുന്നത് വരെ ഉണ്ടാകുന്ന കുറെ ഡെവലപ്മെന്റ്സും ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലെ. അതായത് നമുക്കൊരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു കുഞ്ഞുകുട്ടി, ഈ കുഞ്ഞുകുട്ടിയായി അത് കഴിഞ്ഞ് എന്താണ് അവര് കുറെ അഡോളസൻസ് ഒക്കെ കഴിഞ്ഞു, പിന്നെ അവർ അഡൾട്ടായി, പിന്നെ ഒരു ഓൾഡ് ഏജ് വരെ എത്തുന്നുണ്ട്. അതിനിടയിൽ ഉണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസും ഡെവലപ്മെന്റ്സും നമ്മളെ ലൈഫിൽ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ചുരുക്കി നമ്മള് സൈക്കോളജി പഠിക്കുന്നുണ്ട്. അതിനൊരു പേപ്പറിനെയാണ് അല്ലെങ്കിൽ ഇതിനെയാണ് ഞാൻ പറയുന്നത് ഡെവലപ്മെന്റ് സൈക്കോളജി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അതായത് ഒരു ചെറിയ കുഞ്ഞായത് മുതല് നമ്മൾ ഇതുവരെ എത്തിയില്ലേ. ഇപ്പൊ അത്യാവശ്യം നല്ല ഏജുകളിൽ കണ്ടുനടിയുള്ള ഒരു ശരീരമൊക്കെ ഉള്ള അത്യാവശ്യം നല്ല മുതിർന്ന വ്യക്തിയായി. ഇതിനിടയിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓരോ ബിഹേവിയർ ആവട്ടെ, അല്ലെങ്കിൽ ഫിസിക്കലി അതിന് ഗ്രോത്ത് ഒക്കെ വരികയാണെങ്കിൽ അതിന് ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നു. ഇപ്പൊ ബിഹേവിയറിൽ എന്താണ് കുറെ ബിഹേവിയർ എന്താണ് ഒരു കൺസിസ്റ്റൻസി ആയി, അല്ലെങ്കിൽ ചിലതൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ എന്താണ് ഒരു ഡെവലപ്മെന്റ് സൈക്കോളജി അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ കുഞ്ഞു കൈ വലിയ വലിയ കൈ കാലുകളൊക്കെ ആയി മാറി. അപ്പോൾ നമ്മൾ മെച്യൂർഡായി ചിന്തിക്കാൻ തുടങ്ങി. നമ്മളെ കോഗ്നിറ്റീവ് ലെവലുകൾ അതിനെ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഫിസിക്കലി ആവട്ടെ എന്താവട്ടെ, അതൊക്കെ എന്താണ് കുറെ ഗ്രോത്തും അതിന് കുറെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് വരാൻ തുടങ്ങി. ഇതിനൊക്കെ ഓവറോൾ ആയിട്ട് പഠിക്കുകയാണ് നമ്മൾ ഡെവലപ്മെന്റ് സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് ഒരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു ജനറ്റിക് ഫാക്ടറും അതേപോലെ എൻവയോൺമെന്റ് ഫാക്ടറും കൂടെയുള്ള ഒരു മിക്സപ്പിലൂടെയാണ് ഒരു കുട്ടിയുടെ എന്താണ് ഡെവലപ്മെന്റ്സ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് സൈക്കോളജി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് സ്റ്റഡിന് എന്താണ് ഒരു സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് സ്റ്റഡിനെയാണ് നമ്മൾ ശരിക്കും ഡെവലപ്മെന്റ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതൊക്കെ ഒരു ഓവർവ്യൂ മാത്രാട്ടോ പറഞ്ഞു തരുന്നത്. എന്താണ് ഡെവലപ്മെന്റ് സൈക്കോളജി എന്നുള്ളതിന് ജസ്റ്റ് ഓവർവ്യൂ മാത്രമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി ക്ലാസ്സിലോട്ട് നമ്മള് പോവാണ്. സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. കാണുന്നില്ലേ? യെസ് മാം. ഓക്കെ. അപ്പൊ നമ്മളെന്താ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ഡെവലപ്മെന്റിലെ ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് മൊത്തമായിട്ട് പറയുന്നത്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ്? ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് സൈക്കോളജി ഈസ് ദ ഫീൽഡ് ഓഫ് സൈക്കോളജി ദാറ്റ് എക്സാമിൻസ് ബോത്ത് കൺസിസ്റ്റൻസി ആൻഡ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ അക്രോസ് ദ ലൈഫ് സ്പാൻ. അതായത് ഒരു ഹ്യൂമന്റെ ബിഹേവിയർ എക്സാമിൻ ചെയ്യണം. എങ്ങനെ ആ ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ ബിഹേവിയർ എന്തൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ എന്തൊക്കെ പഠിക്കുന്നില്ല എല്ലാവരും ഒരു ടോട്ടൽ എക്സാമിനേഷൻ ആണ് നമ്മളെ ലൈഫ് സ്പാനിൽ നടക്കുന്നത്. അതായത് കുഞ്ഞു കുട്ടിയായ മുതൽ ഒരു അഡൾട്ട് കഴിഞ്ഞു, പിന്നെ ഒരു ഓൾഡ് ഏജ് എത്തുന്നവര് അല്ലെങ്കിൽ ഒരു ബർത്ത് ടു ഡെത്ത് വരെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരുപാട് ചേഞ്ചസും ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയിൽ നമ്മൾ എന്തെല്ലാം പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം പഠിക്കുന്നില്ല, ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ഓരോ ബിഹേവിയറും കൺസിസ്റ്റൻസി ആവുന്നതും അല്ലാത്തതും അതിന്റെ ചേഞ്ചസ് വരുന്നതുമൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അതിന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ് ലൈഫ് സ്പാനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നീട് ദ ഗോൾ, അതായത് ലൈഫ് ഡെവലപ്മെന്റ് സൈക്കോളജിന്റെ ഗോളിനെ കുറിച്ചാണ് പറയുന്നത്. The goal of development psychology is to expand the knowledge about the general principle of development and the difference and similarity in development across individuals from a variety of different perspectives. അതായത് നമുക്ക് ഉണ്ടാകുന്ന ഓരോ വ്യക്തി ഉണ്ടാവില്ല, ആ ഓരോ വ്യക്തികളും യുണീക്ക് ആണ് അല്ലെ. ഓരോ വ്യക്തികളും യുണീക്ക് അല്ലേ? എന്നെ പോലെയാണോ അപ്പൊ നിങ്ങൾ? അല്ലെ നിങ്ങളെ പോലെയാണോ മറ്റുള്ളവര്? ആണോ? അല്ലല്ലോ. ഓരോ വ്യക്തിക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്, അതുപോലെ ഓരോ ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതുപോലെ എന്താ പറഞ്ഞ ഓരോ ഇൻഡിവിജ്വൽ എന്താണ് യുണീക്ക് ആണ്. ഓക്കെ അല്ലേ? അതേപോലെ ഈ യുണീക്ക് ആകുന്നതുകൊണ്ട് തന്നെ ഓരോ ബിഹേവിയർ എന്താണ് അതായത് ഞാൻ അച്ചീവ് ചെയ്യുന്ന പല കാര്യങ്ങളിലും അതേപോലെ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റാന്നില്ല. മേ ബി എന്നേക്കാൾ നല്ല രീതിയിലേക്കാൾ അവരെ അച്ചീവ്മെന്റ്സും പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു മോഡിഫൈ ചെയ്താൽ കൺസിസ്റ്റൻസി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവാം. അതായത്
ഒരു വ്യക്തിയുടെ ബിഹേവിയർ എന്താണ് കൺസിസ്റ്റൻസി ആവുന്നതും ചേഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ ഗോൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നോളജ് എക്സ്പാൻഡ് ചെയ്യുക എന്നത്. ഒരു ജനറൽ പ്രിൻസിപ്പിളിനെ നോളജ് എക്സ്പാൻഡ് ചെയ്ത് വരിക. അതായത് ഒരു വ്യക്തിയുടെ ഡിഫറൻസ് ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ കുഞ്ഞുകുട്ടി നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുകുട്ടിയെ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അതായത് ഒരു കുഞ്ഞുകുട്ടി ആയ സമയം കുഞ്ഞു ചെറിയ കൈക്കുഞ്ഞായിരിക്കും അല്ലെ നമ്മളെ കയ്യിലുണ്ടായിരുന്നത്. അത് പിന്നീട് എന്തായി ഒരു വയസ്സായി ഒരു മാസം വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് ആയി കാണാൻ പറ്റും. അവർ ഐസ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അവർ കുഞ്ഞു കൈകൾ ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ അനക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ അങ്ങനെ നോക്കാറില്ലേ. അതേപോലെ എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള കുറെ ഡെവലപ്മെന്റ്സും ഉണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ പെർസ്പെക്റ്റീവ്സും ഡെവലപ്മെന്റും സിമിലാരിറ്റീസും ഒക്കെ ഉണ്ടാകും ഓരോ ഹ്യൂമൻസിനും. അതേപോലെ തന്നെ കോമൺ ആയിട്ടുണ്ടാകുന്ന നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാകുന്ന മൈൽ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ എന്താണ് കോമൺ ആണ്. അതായത് ഇന്ന വയസ്സിൽ അല്ലെങ്കിൽ ഇന്ന പ്രായത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ നടക്കണം, മുട്ടുകുത്തണം, എഴിയണം, ഇതൊക്കെ എന്താണ് ഒരു കോമൺ ഡെവലപ്മെന്റ് ആണ്. ഒരു കുഞ്ഞു കുട്ടിക്ക് ഉണ്ടാകേണ്ട കോമൺ ഡെവലപ്മെന്റ്സ് ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. അതേപോലെ ഇതിലെ തന്നെ കുറെ സിമിലാരിറ്റീസ് ഉണ്ടാവാം, ഒരു വെറൈറ്റി പെർസെപ്ഷൻസ് ഉണ്ടാവാം. ഇതൊക്കെ ഡിഫറൻസ് ആയിട്ട് വരാം. ഇതൊക്കെ എന്താ നോളജ് എക്സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഡെവലപ്മെന്റ് സൈക്കോളജിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? പറഞ്ഞേ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇതിലുണ്ട് നമ്മൾ ഈ ചൈൽഡ് അതായത് ഡെവലപ്മെന്റ് സൈക്കോളജി എസ്പെഷ്യലി നമ്മൾ പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് കുട്ടികളെ മുതലുള്ള ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ് എസ്പെഷ്യലി നമ്മൾ ഡെവലപ്മെന്റ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ പറഞ്ഞത് ഈ കുഞ്ഞു കുട്ടികളെ ബിഹേവിയർ അതായത് കുട്ടികളുടെ ബിഹേവിയർ നമ്മൾ എന്താണ് പഠിക്കുന്നത് ചാർലി ഡേർവിൻ ആണ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പഠിക്കുന്നത്. അത് 1877 ഇദ്ദേഹം സ്വന്തം കുഞ്ഞിന്റെ ഒബ്സർവ് ചെയ്തിട്ടാണ് കുട്ടികളുടെ ഒരു ബിഹേവിയറും കാര്യങ്ങളും പറയുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യിക്കാം. നമ്മൾ എവിടെ വെച്ച് വന്നത് ഗോള് കഴിഞ്ഞു. പിന്നെന്താ ചാർലി ഡേർവിൻ ആണ് കുട്ടികളുടെ ബിഹേവിയർ ആദ്യമായിട്ട് എക്സാമിൻ ചെയ്യുന്നതും ഇവാലുവേഷൻ നടത്തുന്നതൊക്കെ അല്ലെ. ഇദ്ദേഹം എങ്ങനെയാ കണ്ടുവച്ചത് സ്വന്തം കുഞ്ഞിന്റെ അതായത് സ്വന്തം മോന്റെ ബിഹേവിയർ ചെയ്തിട്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ സ്റ്റഡി ചെയ്തത് അല്ല. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ, നമ്മുടെ വീട്ടിലൊരു കുഞ്ഞാല് നമുക്ക് സ്വന്തമായിട്ട് ഒരു കുഞ്ഞുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, എങ്ങനെ ഒബ്സർവ് ചെയ്യാറ് അല്ലെ എങ്ങനെ സ്റ്റഡി നടത്താറ്? തൊട്ടപ്പുറത്തുള്ള കൊച്ചിന്റെ ബിഹേവിയർ എന്റെ കുട്ടി ഇങ്ങനെയാണ്, എന്റെ കുട്ടി പഠിക്കാൻ കൊള്ളൂല, എന്റെ കുട്ടിന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള കൊച്ചാണെങ്കിൽ അവളെ കൊച്ചു കണ്ടില്ലേ എന്തോരം പഠിക്കൂലേ, എന്തോരം കളിക്കൂലേ, ഇതൊക്കെ എന്താണ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യാനും അവരുടെ ബിഹേവിയർ കണ്ടെത്താറും ഒക്കെ ഉള്ളത്. പക്ഷെ ചാർലി ഡേർവിൻ ഇവിടെ എന്താ ചെയ്തത്, സ്വന്തം കുഞ്ഞിനെ ഒബ്സർവ് ചെയ്തിട്ട് അതായത് ഒരു കുട്ടിയുടെ ബിഹേവിയർ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്, അവരുടെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണ് നമുക്ക് പ്രസന്റ് ചെയ്യുന്നതും നമുക്ക് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിരുന്നതും. ഓക്കെ അല്ലേ? ഓക്കെ, നോക്കട്ടെ. ദെൻ ഇനി പറയുന്നത് എന്താണ്, കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ഡെവലപ്മെന്റ് അല്ലേ ചുരുക്കി പറയുന്നത്, ഡെവലപ്മെന്റ് ഡിസ്ക്രൈബ് ദ ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ ഫ്രം കൺസെപ്ഷൻ ടു ഡെത്ത്. അതായത് ഒരു കൊച്ചിന്റെ ബർത്ത് മുതൽ ഡെത്ത് വരെ ഉണ്ടാകുന്ന ഒരു ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്ന ഡെവലപ്മെന്റിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു വാർച്ചേനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് ചുരുക്കി പറയുന്നത്. അതായത് ബർത്ത് മുതൽ ഡെത്ത് വരെ ഉണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസും അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സിനെ കാര്യത്തിനെയാണ് നമ്മൾ ചുരുക്കി വളർച്ച അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫർ ടു ഡെവലപ്മെന്റ് ഹാസ് പാറ്റേൺ ഓഫ് ചേഞ്ച് ഓവർ ടൈം. എന്താണ്, ഒരു കാലക്രമേണ എന്തായാലും ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ. നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ എന്താവുന്നുണ്ട്, അവർ വലുതാവുന്നുണ്ട്, അവരുടെ കയ്യും കാലൊക്കെ വലുതാവുന്നുണ്ട്, അവരുടെ സ്വഭാവങ്ങൾ മാറി തുടങ്ങുന്നുണ്ട്, ഒരു കോഗ്നിറ്റീവിന് എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്, ഫിസിക്കലി ചേഞ്ചസ് വരുന്നുണ്ട്. ഇതൊക്കെ കാലക്രമേണ എന്താണ്
മാറി മാറി വരുന്നതുമാണ്. പിന്നെന്താ, it does not just involve the biological and physical aspect of growth, but also the cognitive change in thought process, emotional changes in emotional understanding and experience, and social aspect. Okay. Emotional changes in emotional understanding and experience, also social aspect, relationship, self-concept and identity formation related to development. അതെ, ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിസിക്കലി അല്ലെങ്കിൽ ബയോളജിക്കൽ ഗ്രോത്ത് മാത്രം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് മാത്രമല്ല നമ്മളൊരു ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? നമുക്ക് കോഗ്നിറ്റീവ് ചേഞ്ചസ് വരുന്നുണ്ട്, ഇമോഷണലി ചേഞ്ചസ് വരുന്നുണ്ട്, അതേപോലെ സോഷ്യൽ ആസ്പെക്റ്റിൽ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പിൽ നമ്മൾ എന്താ പറയുക, സെറ്റ് ഓഫ് എന്താണ് ഗ്രോത്ത് ഡെവലപ്മെന്റ് നടക്കുമ്പോഴാണ് ഒരു ഹ്യൂമൻ ബിഹേവിയറിന്റെ ഡെവലപ്മെന്റും കാര്യങ്ങളും പൂർണ്ണമാകുന്നത്. ഇമോഷണലി എന്തൊക്കെയാ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഓക്കെ ഫസ്റ്റ് നമുക്ക് കോഗ്നിറ്റീവ് ലെവൽ ചേഞ്ച് ഇൻ തോട്ട് ആൻഡ് പ്രോസസ്സ്, അതായത് തോട്ട് ആൻഡ് പ്രോസസ്സുകൾ വരുന്നുണ്ട്. അതായത് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞുകുട്ടി ആദ്യം നമ്മൾ എല്ലാവരുടെ അടുത്തേക്കും കുഞ്ഞുകുട്ടികൾ വരാറില്ല. ഒന്ന് വാടച്ചക്കര എന്നൊക്കെ പറഞ്ഞാൽ അവർ ഒറ്റടിക്ക് വരാറുണ്ട്. ബട്ട് ഇവരെ കോഗ്നിറ്റീവ് പ്രോസസ് ഒരു കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ആയി തുടങ്ങുന്ന സമയം അവര് ടേക്ക് കെയർ ചെയ്യുന്ന അല്ല അമ്മ, അച്ഛൻ, അമ്മൂമ്മ, അല്ലെ ഉമ്മമ്മ, മുത്തശ്ശി, ഇവരൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ തുടങ്ങുകയും ചെയ്യും. അവരെ കൂടെ തന്നെ പോകാൻ തുടങ്ങുക. അല്ല വേറെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ അവരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവരെ കരയാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇങ്ങനെ വാശി പിടിച്ച് പിറകോട്ട് വലിയാൻ തുടങ്ങും. ഇതൊക്കെ എന്താണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നതുകൊണ്ടാണ്. ആൾക്കാരെ തിരിച്ചറിയാൻ തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ അവരെന്താ സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ തുടങ്ങുക. അതുപോലെ പിന്നെ അതേപോലെ തന്നെ പഴയ കുട്ടികളൊക്കെ ഉണ്ട്, ട്രൗസറൊക്കെ ഇല്ലാണ്ട് ഷെഡ് ഇടാണ്ടൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ടാവും. ഒരു നാപ്പീസ് ഒന്നും ഇടാണ്ട് നടന്നിട്ടുണ്ടാവും. പിന്നീട് എന്താണ്, കുറച്ചൊരു പ്രായമായി കഴിഞ്ഞാൽ 2 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ എന്താണ്, അവരെന്താണ് നാപ്പീസോ അല്ലെങ്കിൽ ഷെഡ് ഇടാണ്ടെന്ന് പോവോ ഇല്ല. അതാണ് ഒരു എന്താ പറയാ, കോഗ്നിറ്റീവ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ പിള്ളേരെ പോലെ ഫോർ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. കുഞ്ഞുകുട്ടികൾ ടോയ്സിന് വേണ്ടി കരയുന്നതൊക്കെ കണ്ടാറില്ല. പണ്ട് എന്താണ് നമ്മൾ ഈ നമ്മളെ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഈ താലോല കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾ എന്ന് പറയാം. അതായത് താലോല കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ടുണ്ടാകുന്ന കുട്ടികളായിരിക്കും. അവരെ നമ്മൾ എന്തായിരിക്കും, ഈ കൊച്ചൊന്ന് സംസാരിച്ചു തുടങ്ങിയാൽ നമുക്ക് ആ ടോയ്സ് കൊടുക്കായിരുന്നു, ആ മിഠായി കൊടുക്കായിരുന്നു. ഇപ്പൊ നമ്മള് ഫസ്റ്റ് മദർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫാദേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരുണ്ടാവും, അയ്യോ കുട്ടീനെ വളർച്ച കാണാൻ നല്ല കീറിച്ച് ഇത്ര പെട്ടെന്നല്ലേ ഇവരൊക്കെ വലുതാകുന്നു. പക്ഷെ അവരാ മിഠായി എന്നോട് ചോദിച്ചിരുന്നു, എനിക്ക് എന്ത് സന്തോഷമായിരുന്നേനല്ലേ, അല്ല ടോയ്സ് എനിക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ എന്ത് സന്തോഷമായിരുന്നേനല്ലേ, അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ എന്താണ്, അവരെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് എന്തിനു ചോദിക്കാൻ തുടങ്ങി, പിന്നെ അത് ചോദിക്കാണ്ട് നമ്മൾ വാങ്ങിക്കൊടുക്കാണ്ട് എന്താണ് വാശിയായി തുടങ്ങി. ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ്, അത് അവർക്ക് വേണം കാര്യങ്ങൾ ഇത് ടോയ്സ് ആണ്, ഇത് മിഠായിയാണ്, ഇത് എനിക്ക് കഴിക്കാൻ പറ്റും, ഇത് കളിക്കാനുള്ള സാധനമാണ്, ഇത് കാർട്ടൂണിലൊക്കെ കണ്ടിട്ട് അതേപോലെ സിമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പിള്ളേർ വാശി പിടിക്കാൻ തുടങ്ങുക. ഇതൊക്കെ എന്താണ്, കോഗ്നിറ്റീവ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ്. അതേപോലെ ടെലിഫോൺ നമ്പേഴ്സ് ഒക്കെ പിള്ളേർ നമ്മൾ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ എന്താ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചത് ഓർത്തിരിക്കുന്നത്, അതൊക്കെ ഡെവലപ്മെന്റ് ആണ്. മീൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മെന്റൽ എന്താ പറയാ പറയപ്പോ നമ്മൾ ഈ ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ടല്ലേ, പിള്ളേരാവട്ടെ നമ്മളാവട്ടെ ഗെയിംസ് കളിക്കാറുണ്ട്. അതായത് മെന്റലി നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു മെന്റൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രെയിൻ യൂസ് ചെയ്യേണ്ട കുറെ ഗെയിംസും കാര്യങ്ങളും ഒക്കെ കളിക്കണം എന്ന് പഠിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടാകും. അവിടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഡെവലപ്പ് ആയാൽ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇമോഷണൽ ആണ് വരുന്നത്. ഇനി അടുത്ത എന്താ പറയുന്നത്, ഇമോഷണൽ ഡെവലപ്മെന്റ്സ് നമുക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മളൊരു കുട്ടികളെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയ കുട്ടികൾ എന്താണ് പാരന്റ്സ് മരിക്കണം. ഇപ്പൊ 1 വയസ്സിലോ 1.5 വയസ്സിലൊക്കെ പാരന്റ്സോ അല്ലെങ്കിൽ ഗ്രാൻഡ്മയോ അവർ നോക്കുന്ന കെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ മരണപ്പെട്ടെന്ന് വിചാരിക്കും. പക്ഷെ അത് അവർക്ക് എന്താണ്, അത് അവരെ മരണപ്പെട്ടിട്ടുണ്ടെന്നോ അവർക്ക് ആ ഇമോഷൻ എന്താണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവില്ല. അതേ സമയം തന്നെ അവർക്ക് ഒരു 15 വയസ്സോ 10 വയസ്സോ ആയിട്ട് കൊഗ്നിഷൻ അല്ലെങ്കിൽ ഇമോഷൻ ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടാണ് അവരൊരു മരണം വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവർക്ക് ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. സങ്കടം വരാം, നിരാശ വരാം, എവിടെയെങ്കിലും മിണ്ടാണ്ട് ഐസൊലേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതെന്താണ് ഒരു ഇമോഷൻ. അത് ചുറ്റി ഒന്നും കൂടെ നമുക്ക് യൂത്തായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് നമ്മൾ 1-ാം ക്ലാസ് LKG ഉണ്ടാകുന്ന ഒരു ലവ് സ്റ്റോറിയിൽ ഒരു കൊച്ചിനെ ഇഷ്ടമാണ്, ആ കൊച്ചിനെ നമ്മള് LKG UKG ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞാൽ കൊച്ചു പോയി 1, 2, 3 ഒക്കെ കഴിഞ്ഞ് ഒരു 10-ാം ക്ലാസ്സിൽ ഉണ്ടാകുന്ന ഒരു ലവ്, നമുക്ക് ഉണ്ടാകുന്ന ഒരു ലവ് ആൻഡ് അഫെക്ഷനും ഒരു LKG UKG ഉണ്ടാകുന്ന ലവ് എഫെക്ഷനും ഉണ്ടാകുന്ന ഇമോഷൻസ് ഉണ്ടാവില്ലേ, ബ്രേക്കപ്പ് ആവുന്നുണ്ടാകുന്ന ഒരു ഇമോഷൻസ്, അതിൽ നിന്ന് നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കിക്കൂടെ.
അതൊരു LKG ഉണ്ടാകുന്ന ലവ് സ്റ്റോറിക്കും ഒരു 10th അല്ലെങ്കിൽ ഒരു ഡിഗ്രി PG ലെവലിലോ അല്ലെങ്കിൽ ഒരു അഡൽട്ട് ഫുഡിൽ ഉണ്ടാകുന്ന ഒരു ലവ് സ്റ്റോറിക്ക് കാഠിന്യം കൂടൂലേ ലവ് സ്റ്റോറിന്റെ. അപ്പൊ എന്താണ് ആ ഒരു ബ്രേക്കപ്പ് നമുക്കത് താങ്ങുന്നതിന്, അപ്പൊ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ ഭയങ്കര ടാസ്ക് ആയിരിക്കും. അപ്പൊ ഒരു ഇമോഷൻ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവരെന്താണ് ഫിസിക്കലിനെ കൂടെ തന്നെ ഡെവലപ്മെന്റ് വരുന്നതാണ് ഫിസിക്കൽ ഇമോഷൻസും കോഗ്നിഷൻസും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെയാണ് എന്താണ് സോഷ്യൽ ആസ്പെക്ട്സ്. നമുക്ക് എൻവയോൺമെന്റൽ ആയിട്ടും സോഷ്യൽ ആയിട്ടും കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ലേ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ എന്താണ് ഒരു മിനിറ്റ് ഷെറിൻ. എന്താണ് ഹായ് ഷെറിൻ. ഹായ് മക്കളെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലില്ല, ഓക്കെ. എന്താണ് മുബീന, ശൈലജ എങ്ങനെ വന്നിക്കില്ലേ? ഓ മനസ്സിലാവുന്നുണ്ട് മാം. ഓക്കെ ഓക്കെ. ഞാൻ പുറത്താണ്, അപ്പൊ എനിക്ക് കേറാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കേറി എങ്ങനെ ഉണ്ട് എന്നൊന്ന് നോക്കിയതാട്ടോ. ഓക്കെ, കണ്ടിന്യൂ ഷെറിൻ. ഓക്കെ. അപ്പൊ എന്താണ് ഇനി നമ്മള് സോഷ്യൽ എക്സ്പെർട്ട്, റിലേഷൻഷിപ്പ്, സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് ഐഡന്റിറ്റി ഫോർമേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ ആസ്പെക്റ്റിൽ നമുക്ക് വരുന്നത്. അതായത് സോഷ്യൽ ആസ്പെക്റ്റിൽ പറയുന്നത് റിലേഷൻഷിപ്പ് വരിക. അതായത് നമ്മളെന്താണ് നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത്, ടീച്ചേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്, അതുപോലെ പീർ ഗ്രൂപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്, ഒരു സോഷ്യൽ ആയിട്ട് മിങ്കിൾ ചെയ്യുന്നത്, ഒരു അത്രയും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ സോഷ്യൽ ആസ്പെക്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ്. മനസ്സിലാവുന്നില്ലേ പറയുന്നേ? അതിലേക്ക് റെസ്പോണ്ട് ചെയ്യണോ? ഓക്കെ. അപ്പൊ ഇതാണ്. പിന്നെ അടുത്ത വരുന്നത് Heinz Warner posted that development refer only to change which increase the organization of functioning within a domain. Warner put forward two processes involved in development, namely integration and differentiation. The form is a process that integrate more basic previously acquired behavior into new high-level structures. The latter is process that involve progressive ability to make distinction among things. ഇത്തരം കാര്യങ്ങളാണ് പറയാം. അതായത് ഇതിലൊന്നുമില്ല തന്നെ വളരെ ചുറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മള് എന്താണ് ഹെയ്ൻസ് വാർണർ എന്ന് ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരു ഡൊമൈൻ ചേഞ്ചസ് കാരണം, അല്ലെങ്കിൽ ഇത് ഇംഗ്ലീഷ് എന്താണ് ഡെവലപ്മെന്റ് കാരണമാണ് എന്താണ് ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതായത് ഒരു ചെറിയ കാര്യത്തിന് വലിയ വലിയ കാര്യങ്ങളായി മാറുന്നത്. അതായത് കുഞ്ഞുകാല് നമ്മൾ ഫിസിക്കലി നോക്കുകയാണെങ്കിൽ കുഞ്ഞു കൈയും കാലുകളൊക്കെ എന്താണ് ഡൊമൈൻ ആയിട്ട് വലുതായി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചെറിയ കാര്യങ്ങൾ ഡിഗ്രീസ് ആയിട്ടുള്ള ഇൻക്രീസ് ആയിട്ട് വരിക. ഇത്രയും കാര്യങ്ങൾക്കാണ് ഡെവലപ്മെന്റ് എന്ന് ഇദ്ദേഹം പറയുന്നത്. ഒന്നുമില്ല, ചെറുതായി പറയുകയാണെങ്കിൽ തന്നെ കുഞ്ഞു കുട്ടികൾ വലുതാവുക, ചെറിയ ചെറിയ മൈന്യൂട്ട് മൈൽ സ്റ്റോൺസ് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ അത് ചെറിയ ചെറിയ ആദ്യം അവരെന്താ കുഞ്ഞ് സെൻസർ ചെയ്തിരുന്ന സാധനങ്ങൾ പിന്നീട് അതെന്താന്ന് തിരിച്ചറിയുക, അവരത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതൊക്കെ എന്താണ് ഒരു ഡൊമൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അത് ഡൊമൈൻ ഡെവലപ്മെന്റ് ചേഞ്ചസ് ആണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അത് പറ്റി പറയത്താണെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവം. അത് മനസ്സിലായില്ലേ? ഒന്നുകൂടി എക്സാമ്പിൾസ് വേണോ? എക്സാമ്പിൾ വേണം. ഓക്കെ. അതായത് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോ ഉണ്ടാവില്ലേ, നമ്മള് കുഞ്ഞു കൈയും കാലുകളൊക്കെ ഉണ്ടാവുക, അതിനൊക്കെ ചേഞ്ച് ചെയ്യുക. അതായത് കുഞ്ഞ് ചെറിയ സാധനങ്ങൾ വലുതായി ഡൊമൈൻ ആയിട്ട് വലുതായി വരികയാണ്. ഇതിനൊക്കെയാണ് ഡെവലപ്മെന്റ് എന്നാണ് ഹെൻസ് വാർണർ പറയുന്നത്. അതായത് കുഞ്ഞു സാധനങ്ങൾക്ക് വലുതായി വരുന്ന ഡെവലപ്പ് ചെയ്ത് വരുന്നതിനെയാണ്. അതായത് കുഞ്ഞ് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, എഴുതിയായിരിക്കും ചെയ്യുക. പിന്നീട് അതെന്താണ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു, പിന്നെ 2-3 സ്റ്റെപ്പ് വെക്കാൻ പഠിക്കുന്നു, പിന്നെ അവള് മെല്ലെ മെല്ലെ നടക്കുന്നു, പിന്നെ അവള് ഓടുന്നു, ചാടുന്നു. ഇതൊക്കെ എന്താണ് ഒരു കുഞ്ഞു ഇതിൽ നിന്ന് വലിയ അതായത് ചെറിയ കാര്യത്തിൽ ഡൊമൈൻ ചെയ്യൽ ഇൻക്രീസ് ചെയ്തിട്ട് ഡെവലപ്മെന്റ്സ് നടക്കുകയാണ്. ഇതിനെയാണ് എന്താണ് ഹെൻസ് വാർണർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. സ്ക്രീൻ ശരിയാക്കട്ടെ. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നത് എന്താണ് 2 പ്രോസസ്സ് കൊണ്ടാണ് നമ്മൾ എന്താണ് ഡെവലപ്മെന്റ് ഡൊമൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇന്റഗ്രേഷനും ഒന്ന് ഡിഫറൻഷ്യനും കൊണ്ടാണ്. അത് ഇന്റഗ്രേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് നമ്മൾ കുഞ്ഞു കുട്ടികൾ നമുക്ക് ആദ്യം തന്നെ പ്രീവിയസ് ആയിട്ട് കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ.
അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു കാറ്, കുഞ്ഞു കുട്ടികൾക്ക് കാറൊക്കെ വലിയ ഇഷ്ടമല്ലേ. നമ്മുടെ വീട്ടിലിപ്പോ കാറിലൊക്കെ കൊണ്ടുപോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെന്താണ് നേരത്തെ കാർ ഇങ്ങനെ റൺ ചെയ്യും, അവര് കാറിൽ ഇരിക്കാൻ പറ്റും, അത് റോഡിലൂടെ പോകുന്ന സംഭവമാണ്. ഇതൊക്കെ അവര് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാണ്, പ്രീവിയസ് ആയിട്ട് ഒരു എക്സ്പീരിയൻസിന് അവരൊരു ബേസിക് നോളജ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഒരു രൂപത്തിനെ കുറിച്ചൊക്കെ ഒരു ഇങ്ങനെയൊക്കെ ഒരു രൂപം വരുന്നില്ല, റോഡിലൂടെ ഇങ്ങനെ 4 ചക്രം 5 6 ചക്രമൊക്കെ വെച്ച് പോകുന്ന ഓരോ സാധനങ്ങളും എന്താണ് ഇങ്ങനെ റൺ ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ പറ്റും, എന്റെ ഫാമിലി ആയിട്ട് പോവാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് അവര് പഠിക്കുന്നുണ്ട്. ഇതാണ് ഇന്റഗ്രേഷൻ. പ്രീവിയസ് ഒരു ബേസിക് എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട്. അതിൽ ഡിഫറൻഷ്യൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ബേസിക് നോളജ് ഉണ്ടല്ലോ, ഇതിനകത്ത് എന്താണ് ഡിഫറൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക്. അതായത് എന്താണ് ഇത് എന്താണ് കാറാണ്, ഇത് ഓട്ടോറിക്ഷയാണ്, ഇത് ബൈക്കാണ്, ഇത് ലോറിയാണ്. അതായത് ഒരു വെഹിക്കിളിന് തന്നെ അത് ഡിഫറെന്റ് ഗ്രൂപ്പിൽ പെട്ടത്, കാറ്റഗറിയിൽ പെട്ടതാണ് എന്നുള്ളത് തിരിച്ചൊരു ഡിഫറൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞു കുട്ടികളെ നമ്മളിങ്ങനെ ഓരോന്ന് പഠിപ്പിക്കൂലേ, നമ്മളൊരു വയസ്സായ തന്നെ കുറെ കുഞ്ഞു കാര്യങ്ങൾ, ചെറിയ ബേസിക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കും. ഇപ്പൊ വീട്ടിൽ തന്നെ ഉമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ മാമിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, ഇത് തക്കാളി, ഇത് ടൊമാറ്റോ, ഇത് ആപ്പിള്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് ഈ തക്കാളി ആപ്പിൾ ഇതൊക്കെ റെഡ് കളറാണ്, ഉരുണ്ടിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ അറിയാം. അപ്പൊ എന്താണ് ഇതൊക്കെ അവർക്ക് കഴിക്കാൻ പറ്റുന്നതാണെന്നുള്ള ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നോളജ് അവർക്ക് ഉണ്ടാവും. അവരൊരു ബേസിക് നോളജ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഡിഫറൻഷ്യൽ വരുമ്പോൾ എന്താവും, അതിൽ ഒന്നും കൂടെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു പഠിക്കുകയാണ്. തക്കാളി അല്ലെങ്കിൽ ടൊമാറ്റോ എന്ന് പറയുന്നത് വെജിറ്റബിൾസ് പെടുന്നതാണ്. ആപ്പിൾ എന്ന് പറയുന്നത് എന്താണ് റെഡ് കളറാണ്, ഉരുണ്ടിട്ടാണ്, എന്തെങ്കിൽ പോലും ഇത് ഫ്രൂട്ട്സ് കാറ്റഗറിയിൽ പെട്ടതാണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ മനസ്സിലാക്കി എടുക്കുന്നതിനാണ് പറയുന്നത്. മനസ്സിലായോ? ഇന്റഗ്രേഷനും ഡിഫറൻഷ്യൽ മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അതേപോലെ തന്നെ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന അടുത്ത് നോക്കേ, നോട്ട്സ് ഒന്ന് റെഡി ആക്കട്ടെ. Related to growth and development, there are 4 areas in which the children's growth and development take place, and these are discussed below. അതായത് കുട്ടികളുടെ ഡെവലപ്മെന്റ്സും ഗ്രോത്ത് ഒക്കെ നടക്കുന്നത് 4 ഏരിയയിലൂടെയാണെന്നാ പറയുന്നത്. ആ 4 ഏരിയ ഏതൊക്കെയാണെന്ന് അറിയാലോ? ഫിസിക്കൽ ഉണ്ട്, പിന്നെ ഏതൊക്കെയാ വരുന്നത്, സൈക്കോളജിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് വരുന്നുണ്ട്, സോഷ്യൽ ആൻഡ് ഇമോഷൻസ് വരുന്നുണ്ട്, സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡന്റിറ്റി. ഈ 4 കാറ്റഗറിയിലൂടെയാണ് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഫിസിക്കലി എങ്ങനെയൊക്കെയാ പറയുന്നത്? ഫിസിക്കൽ ഗ്രോത്ത് ഈസ് perceived the most obeyed. Children grow in height and weight over the year, and their appearance change to great extent during puberty. Children also develop certain physical ability during their progress toward adulthood, including driving, walking, running, and possibly writing. Their motor coordinations gradually become well refined. അതായത് ഫിസിക്കൽ കാര്യങ്ങൾ എന്താണ്, നമുക്ക് ശാരീരികമായിട്ടുള്ള വളർച്ച. ഫിസിക്കൽ എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള വളർച്ചകളാണല്ലേ നമ്മൾ ഫിസിക്കലി എന്ന് പറയുന്നത്. കൈകാല് വളരുന്നതാവാം, നമ്മളെന്താണ് വിരലിൽ വരെ നമ്മളെന്താണ് കുഞ്ഞു വിരൽ, നമ്മുടെ കുഞ്ഞു കൈയൊക്കെ നമ്മുടെ കുഞ്ഞു കുട്ടികളെ കുഞ്ഞു കൈക്ക് എന്ത് കൗതുകത്തരല്ലേ നമ്മള്. ഞാനൊക്കെ വെച്ച് നോക്കാറുണ്ട് കേട്ടോ. എനിക്ക് ചെറിയൊരു 1.5 വയസ്സായ കൊച്ചുണ്ട്. അപ്പം അവളെ കൈ എന്റെ കൈയൊക്കെ ഞാൻ തൊട്ടെടുത്ത് വെക്കാറുണ്ട്. അവരുണ്ട് അയ്യോ എന്റെ കൈയൊക്കെ ഇത്രയും നാളെ ഇത്രയും വലിയ കൈയൊക്കെ ആയി മാറിയത് എന്നൊക്കെ ഞാൻ ഇന്ന് ചിന്തിക്കാറുണ്ട്. അവൾ ആദ്യത്തെ കൈ വരുന്ന സമയത്ത് എന്റെ പോലെയാണ് എന്റെ കൊച്ച്, സിവിലിയർ ആയിട്ടാണ്. ഇതിൽ എനിക്ക് കുറച്ച് ഞങ്ങൾ രണ്ടാളും ഒരേപോലെയാണ് ഒരു ഫേസിലൊക്കെ. അപ്പൊ ഞാൻ കേൾക്കുന്നു, ഇതുപോലെ ചെറിയ കൊച്ചായി നിന്നാണല്ലോ ഞാൻ ഇത്രയും വലുതായി, കൈയും കാലൊക്കെ വലുതായി, എന്റെ ഫേസ് മാറി അല്ലെ. ആദ്യം കുഞ്ഞു പല്ലൊക്കെ ഉള്ള ആളായിട്ട് വലിയ വലിയ പല്ലൊക്കെ വന്ന് അങ്ങനെ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് വന്നു തുടങ്ങി. ഇതൊക്കെയാണ് എന്താണ് നമുക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ അത് ഒരു മേജർ ആയിട്ട് അതായത് ഒരു അഡാൾട്ട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഒരു വുമണിൽ ഒരു പെൺകുട്ടികളാവട്ടെ ഒരു ആൺകുട്ടികളാവട്ടെ, ഇതിലൊക്കെ ഒരു അഡാൾട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് ഒരു പ്യൂബർട്ടി ലെവലിൽ എത്തുമ്പോൾ. പ്യൂബർട്ടി ലെവലിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ചേഞ്ച് ആവുന്നത്. ഇപ്പൊ ഗേൾസിലാണെന്നുണ്ടെങ്കിൽ എന്താണ്
അവർക്ക് എന്താണ് പീരിയഡ്സ് ആവുന്ന സമയമായിരിക്കാം. ഈ പീരിയഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും ഒരു ബ്രസ്റ്റിന്റെ ഒരു ബ്രസ്റ്റിന്റെ ഭാഗത്തൊക്കെ എന്താണ് ഒരു ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരാം, ഒരു ഗ്രോത്തിങ് വരുന്നുണ്ട്, അവിടെ ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട്. ഈ ബോയ്സിലാണെങ്കിൽ എന്താണ് അവർക്ക് സൗണ്ടിന് ചേഞ്ചസ് വരുന്നുണ്ട്, അതുപോലെ ആഡൻസാക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ പുബർട്ടിലായിരിക്കും ഒരു വുമണ് ഒരു മാജിക്കൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരു അടിപൊളി ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു പുബർട്ടി ടൈമിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവരെന്താണ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഒരു ചൈൽഡ് ഓൾസോ ഡെവലപ്പ് സർട്ടൻ ഫിസിക്കൽ എബിലിറ്റീസ്, അതായത് ഓടാന്, ചാടാന്, കയറാന്. ഒരു പിള്ളേരെ നോക്കി അറിയാൻ പറ്റും. 3 വയസ്സ് 4 വയസ്സുള്ള പിള്ളേരെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ നട്ടപ്പിരാന്ത് നൂച്ചിപ്പിരാന്ത് എന്നൊക്കെയാണ് ഞങ്ങളെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിലാക്കുന്നല്ലേ പറയാറ് ആ ഒരു സമയത്തിന്. ആ സമയത്തിന് അവരുടെ ഒരു മോട്ടോർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നോക്കി അവര് പിടിച്ചു കയറാത്ത സ്ഥലം കാണത്തില്ല, അവര് പിടിച്ചു മറിയാത്ത സാധനം കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഇതൊക്കെ എന്താണ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മോട്ടോർ കോർഡിനേഷൻസ് ഒക്കെയാണ് ഇവര് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താണ് നമ്മളെ ഡെവലപ്മെന്റിൽ നമുക്ക് ഉണ്ടാവുന്നതാണ്. അതായത് ഫിസിക്കൽ ഭാഗത്ത് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി എന്താണ് സൈക്കോളജിക്കൽ ആൻഡ് കൊഗ്നിറ്റീവ് ആണ് പറയുന്നത്. സൈക്കോളജിക്കൽ ആൻഡ് കൊഗ്നിറ്റീവ് എന്തൊക്കെ ചേഞ്ചസ് വരുന്നത് വെച്ചാൽ ചിൽഡ്രൻ ഓൾസോ ഡെവലപ്ഡ് സൈക്കോളജിക്കലി ആൻഡ് കൊഗ്നിറ്റീവ്ലി ഹാസ് ദെയർ ബ്രെയിൻസ് അബ്സോർവ് മോർ ഇൻഫോർമേഷൻ ആൻഡ് ദേ ലേൺ ഹൗ ടു യൂസ് ദാറ്റ് ഇൻഫോർമേഷൻ. ലിറ്ററലി ചിൽഡ്രൻ ഹാവ് ടു ലേൺ ഹൗ ടു തിങ്ക് ഓൺ പർപ്പസ് ആൻഡ് ദ പ്രോസസ് ഓർ ഓർഗനൈസ് ഓൾ ദ ഇൻഫോർമേഷൻ ദാറ്റ് കം ടു ദം ഫ്രം ദ എൻവയോൺമെന്റ്. അതായത് നമുക്കുണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ചസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് കുറെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. അതായത് ഒരു കാര്യം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യേണ്ടത്, അത് നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞൊരു നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ. അതായത് ആദ്യം നമ്മൾ കുഞ്ഞു കുട്ടിയായ സമയത്ത് എല്ലാവരും അടുത്തൊക്കെ പോവുമായിരുന്നേനെ. പിന്നീട് നമുക്ക് എന്താണ് കുറച്ച് ആൾക്കാരെ തിരിച്ചറിയാൻ, കുട്ടികൾ ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വന്നു തുടങ്ങുന്ന സമയത്ത് എന്തായിരിക്കും അവരിത് എന്റെ ഉമ്മയാണ്, ഇതിന്റെ അമ്മയാണ്, ഇതിന്റെ അച്ഛനാണ്, എനിക്ക് ഇവരെ കണ്ട് പരിചയമുള്ള ആൾക്കാർ ഇവരാണ് എന്ന രീതിയിൽ എന്താണ് അവർ ഒന്നും കൂടെ എന്താണ് കോഗ്നിറ്റീവ് കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക തുടങ്ങും. അപ്പോൾ എന്താണ് അക്കാദമിക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ തുടങ്ങും. പിള്ളേർ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് പല കാര്യങ്ങളും പഠിച്ചു വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സ് ആണ് പറയുന്നത്. മനസ്സിലായില്ലേ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒന്നുകൂടെ പറയണോ? അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ് ചിൽഡ്രൻ ഹാവ് ടു ലേൺ ഹൗ ടു തിങ്ക് ആൻഡ് പർപ്പസ് ദ പ്രോസസ് ഫോർ ഓർഗനൈസ് ഓൾ ദ ഇൻഫോർമേഷൻ. അത് നമുക്ക് കിട്ടുന്ന ഓരോ ഇൻഫോർമേഷൻസും അല്ലെങ്കിൽ കാര്യം ലേൺ ചെയ്യുന്ന പല കാര്യങ്ങളും അതൊക്കെ എന്തിനുള്ളതാണ്, ഏതിനുള്ളതാണ് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരാളെ നമ്മൾ ചീത്ത പറയട്ടെ, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ മുന്നിൽ ചിരിച്ചാൽ പോലും എന്താണ് അത് നമുക്ക് അത് ചിരിയാണ്, അല്ലെങ്കിൽ അവരെന്നെ വഴക്ക് പറഞ്ഞതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവാതെ എന്തൊരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ചെറിയ പിള്ളേരെ തന്നെ നോക്കിയാൽ മനസ്സിലാവത്തില്ലേ? അല്ലെങ്കിൽ നമ്മൾ ഉമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരും ഡിഫറൻസ് എന്തരാ. പിന്നെ എന്റെ വീട്ടിലൊക്കെ എന്റെ ഉമ്മ എന്നെ എത്ര ചീത്ത പറഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നം കൺസോളുള്ള കേസേ അല്ല. ആ സമയത്ത് പിന്നെ ഉപ്പിന് ചീത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര എന്താണ് ഹേർട്ട് ചെയ്യാറുണ്ട്. ഇവിടൊക്കെ എന്താ ഇമോഷണൽ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ട്. കാരണം എന്റെ ഉപ്പന്റെ ഒരു ഫ്രണ്ട്സ് ആണ് ഞാൻ. ഉപ്പയ്ക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഞാൻ. അപ്പൊ എന്താ ഉപ്പിന്റെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതുപോലെ ഉപ്പ എബ്രോഡ് ആണ്. അവൾ ഇപ്പൊ നാട്ടിൽ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ കൊണ്ട് എനിക്ക് എക്സ്ട്രീം ഹാപ്പിനെസ് ആണ്. എനിക്ക് ചാടി കളിക്കുന്നത് മിണ്ടുന്ന എനിക്ക് ഉപ്പന് എനിക്ക് ഭയങ്കര വാശിയാണ്. എന്റെ ഉപ്പന്റെ ഡ്രസ്സ് എനിക്ക് അയൺ ചെയ്യണം, ഉപ്പന്റെ ഡ്രസ്സ് ഞാൻ എടുത്തു വെക്കണം. അതെന്താ എനിക്ക് ഉപ്പനോട് ഒരു ഇമോഷണൽ ടച്ചിന്റെ പവറാണ് അത് കാണുന്നത്. അതേപോലെ തന്നെ വേറെ പിള്ളേരൊക്കെ ഇനി ഞങ്ങൾ 4 പെൺമക്കളാണെങ്കിലും എനിക്ക് ഉപ്പനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അപ്പൊ എന്താണ് അതിൻ്റെതായ ഇതും കാണാൻ പറ്റും. അത്ര പറഞ്ഞ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് നമുക്കിടുന്ന ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാനും അത് കറക്റ്റ് സ്ഥലങ്ങളിൽ പ്രയോഗിക്കാനും ലേൺ ചെയ്യാനും തിങ്ക് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഒക്കെ നമുക്ക് എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഇനി സോഷ്യൽ ആൻഡ് ഇമോഷൻസ്, അതായത് നേരത്തെ ഉപ്പന്റെ കേസ് പറഞ്ഞില്ലേ, അതാണ് ഇമോഷനിൽ വരുന്നത്. അതായത് നമുക്ക് സോഷ്യലിൽ എന്താണ് ഒരുപാട് ഇത് വരുന്നുണ്ട് അല്ലെ. Children grow socially and emotionally by learning how to interact, play, work, and live without others, including family, friends, teachers, and significant others. They also develop an understanding of their own feelings and emotions as well as way
ടു കോപ്പ് വിത്ത് സ്ട്രോങ് ഇമോഷൻസ്. ഇപ്പൊ നമുക്ക് എന്താണ് ഇമോഷൻസ് ഒക്കെ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യലിൽ പറയാന്ന് തന്നെ നമ്മൾ സോഷ്യൽ ഒരുപാട് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഇപ്പൊ സ്കൂളിൽ പോകുന്ന പിള്ളേരെന്നാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ആവട്ടെ, പീർ ഗ്രൂപ്പ് ആയിട്ടൊക്കെ എന്താണ് ഇന്ററാക്ഷനും, നമ്മള് റിലേറ്റീവ്സിന്റെ കൂടുതൽ പോയി കഴിഞ്ഞാൽ അവരോട് മിണ്ടാനും പറയാനും റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ അവരെന്താണ് കൂടുതൽ പഠിക്കുകയാണ്. അല്ലെങ്കിൽ അവരൊരു റെസ്പെക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഓരോ സോഷ്യൽ റൂൾസ് ഒക്കെ എന്താണെന്ന് അറിയാനും ഒക്കെ അതിനനുസരിച്ച് നിൽക്കാനൊക്കെ അവരെന്താണ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇമോഷൻസ് അതുപോലെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെയാണ് ഒന്നുകൂടെ പറയുന്നത്. അതായത് ഒരു 1-2 വയസ്സായ കുട്ടികൾക്ക് ഒരു പാരന്റ്സിന്റെ മരണം അവർക്ക് എത്രത്തോളം ഇമോഷണൽ അവർക്ക് കണക്ട് ചെയ്യുന്ന അറിയില്ല. പക്ഷെ അതേ സമയം തന്നെ ഒരു 10 വയസ്സ് 10ന് മേലേക്കുള്ള കുട്ടികൾക്ക് ഒരു പാരന്റ്സ് ഒക്കെ മരണം തന്നാൽ അതൊരു ഇമോഷണലി അവർക്ക് അത് എത്രത്തോളം അവരെ ഹേർട്ട് ചെയ്ത് ഗോൺ ചെയ്ത് നമുക്ക് ആലോചിക്കാം. അതൊക്കെ ഒരു ഡെവലപ്മെന്റ് വരുന്നത്, ഒരു ഇമോഷൻ ഡെവലപ്മെന്റ് അവർക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഉമ്മയാണ് മരിച്ചത്, എന്റെ ഉപ്പയാണ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണ് മരിച്ചിട്ടുള്ളത് എന്നുള്ളവർക്ക് മനസ്സിലായിട്ട് അതിനൊരു ബുദ്ധിമുട്ടോ പിന്നെ അവരുടെ ലൈഫ് അങ്ങോട്ട് മൂവ് ഓൺ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അതാണ് ഇമോഷണൽ സോഷ്യലിൽ പറയുന്നത്. ഡ്യൂറിംഗ് ദെയർ ഡെവലപ്മെന്റ് ചിൽഡ്രൻ ബിൽഡ് സെൽഫ് എസ്റ്റീം ഹാസ് ദ ഡിസ്കവർ ദെയർ ഐഡന്റിറ്റി ആൻഡ് ഡെവലപ്മെന്റ് സെൻസ് ഓഫ് മൊറാലിറ്റി ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഡിസ്റ്റിനേഷൻ ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. അതേപോലെ തന്നെ ഇവർ എന്ത് പഠിക്കുന്നുണ്ട്? റൈറ്റ് ആൻഡ് റോങ്, ശരി എന്താണ് തെറ്റെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് എന്താണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ ഒരു സെൽഫ് എസ്റ്റീം ഇവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പറയട്ടെ, കുഞ്ഞു കുട്ടിയാവുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ചെറിയ ആൾക്കാർ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് സെൽഫ് എസ്റ്റീം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അഡൽട്ട്ഹുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. തീർത്തി നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇവിടെ വരുന്ന ഓരോ കേസസിലും നമുക്ക് എന്താണ് ആ കേസ് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ഉള്ളിലൊക്കെ നമ്മൾ പാസ്റ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി നോക്കുമ്പോൾ അവർക്ക് അവിടെ എന്തെങ്കിലും റൂട്ട് കാണും. അത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ട് അല്ലെങ്കിൽ അതിനൊരു ടച്ച് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു കോസസ് ഓഫ് ഒരു അസുഖം അല്ലെങ്കിൽ ഡിസോർഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുന്നത്. ഇപ്പൊ നിലവിൽ സെൽഫ് എസ്റ്റീം നമുക്ക് ആദ്യം മുതലേ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് അവരത് എൻഡേഡ് ഓൾഡ് ഏജ് വരെയാണ് അവർക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ നല്ല കൂടുതൽ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ അധികം ആൾക്കാരുണ്ടാവും പൊട്ടനാണ്, മണ്ടനാണ്, അവര് പഠിക്കുകയില്ല. അവരുടെ ഞാൻ ഒരുപാട് പാരന്റ്സിനെ കാണാറുണ്ട്. ഞാൻ അംഗനവാടിയിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പൊ അവിടുന്ന് എന്നോട് ഒരു പാരന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ മോൻ തീരെ പഠിക്കൂല, എന്റെ മോൻ പൊട്ടനാണ്, ആദ്യത്തെ പിള്ളേരെ പോലെ ഒന്നും പഠിക്കില്ല, ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കൂല എന്ന് പറഞ്ഞ് ഫസ്റ്റ് ക്ലാസ് നിർത്തുന്നത് എന്താണ് ഈ പൊട്ടനാണ് മണ്ടനാണ് എന്നുള്ള കാര്യമാണ്. അവന് അവരുടേതായ കുറെ സ്കില്ലും കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെ ഞാൻ ഫാമിലി മീറ്റ് പോകുന്ന സമയത്ത് കാണാം, കസിൻസ് ആണ് സംഭവം ഒക്കെ ഓക്കെയാണ്. പക്ഷെ എത്ര ആയി കഴിഞ്ഞാൽ അത് അവരുടെ കുഞ്ഞായിരിക്കും. അവർക്ക് സ്വന്തമായിട്ട് മക്കൾ ഉണ്ടാകുമ്പോൾ ഈ മക്കൾ കേൾക്കുന്നുണ്ടാവും നമ്മൾ പാരന്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഓ എന്റെ മോൻ അങ്ങനെ പറഞ്ഞു, എന്റെ മോൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ. അപ്പൊ എന്റെ ഉമ്മനെ എന്നെ പൊട്ടനാ മണ്ടനാ വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി പൊട്ടനാണ് അല്ലെങ്കിൽ ഞാൻ മണ്ടനാണ്. പിന്നെ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ പൊട്ടനാണ് അല്ലെങ്കിൽ ഞാൻ മണ്ടനാണ് എന്നൊരു കോൺസെപ്റ്റ് എന്താണ് അവർക്കത് ഉണ്ടാവും. അതൊക്കെ എന്താണ് സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്തതിനൊക്കെ എന്താണ് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ ആൻഡ് ഇമോഷനിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ഒന്നും കൂടെ പറയാം. Sexuality and gender identity എന്ന് പറയുന്നത്. The children develop sexuality and from their gender identity embracing physical, psychological and social aspects throughout their lives. They learn about their bodies, gender difference and possible sexual behavior during adolescence and puberty will also define their own understanding on masculinity and femininity across their lifespan. അതായത് ഇവരുടെ ലൈഫ് സ്പാൻ ഇവർക്ക് എന്തൊക്കെ കൺസിസ്റ്റൻസി ആയിട്ട് വേണം വേണ്ട ചേഞ്ചസ് വരുന്ന ബിഹേവിയർ ഒക്കെ എന്താണ് ലൈഫ് സ്പാൻ ആണെന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ ഇവർക്ക് എന്താണ് നമ്മളൊരു ഫിസിക്കലി ഇമോഷണലി സൈക്കോളജിക്കലി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കൊടുത്തത് സെക്ഷലി ആൻഡ് ജനറലി ഐഡന്റിറ്റി അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവരൊരു പ്രായമായി കഴിഞ്ഞാൽ എന്താണ് അവർക്ക് കുട്ടികൾക്കൊക്കെ അവരെ ഒരു എന്താ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഒരു ജെൻഡർ ഐഡന്റിറ്റി ഉണ്ടാവുന്നില്ലേ, ഞാനൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഞാനൊരു ആൺകുട്ടിയാണ് എന്നുള്ള ഒരു ഐഡന്റിറ്റിയും കാര്യങ്ങളും അവർ ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവരെന്താ ബോഡീസിൽ കൂടുതൽ ലേൺ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അവർ ജെൻഡർ ഏതാണ് ഡിഫറൻസ് ആണോ അല്ലേ എന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന കുറെ ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് ആവട്ടെ, അപ്പോൾ ലെസ്ബിയൻസ് കാരണം നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും അംഗീകരിക്കാത്ത കുറെ ആൾക്കാരാണ് ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻസ് ഒക്കെ. ശരി, എന്തിനും അംഗീകരിക്കാതിരിക്കണം? കാരണം ഞാൻ ചോദിക്കട്ടെ, ഒരു എന്നെ കൊണ്ടൊക്കെ ഞാൻ ഓപ്പോസിറ്റ് സെക്സിന് അതായത് എന്റെ ഒരു ഹസ്ബൻഡിനല്ലാണ്ട് ഞാനൊരു പെൺകുട്ടിനെയാണ് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെനിക്ക് എത്രത്തോളം ഞങ്ങളൊരു സെക്ഷനിലൊക്കെ അത് എത്രത്തോളം മൂവ് ഓൺ ചെയ്യുന്നത് ആലോചിക്കാൻ പോലും എനിക്ക് പറ്റില്ല അല്ലേ. അതേപോലെ ഒരുപാടില്ലേ
നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മളൊരു സെയിം സെക്സിനുള്ള അതേപോലെ ഒരു വികാരമായിട്ട്, അതായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സെക്ഷൽ അല്ലെങ്കിൽ ഒരു ജെൻഡർ ഐഡന്റിറ്റി ഫോം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ജാസിനെ കുറ്റം പറയാറുണ്ട്. അതായത് ജാസി അത് പുരുഷനായിരുന്നു, ഇപ്പൊ അവനെന്തായാലും ഒരു വുമണായി. അത് അവന്റെ സ്വന്തം ബോൺ ഡിസിഷൻ ആണ്. അതായത് അവന്റെ ബോഡിനെ അവന്റെ മനസ്സിനെ എല്ലാം മനസ്സിലാക്കിയിട്ട് അവന് ലൈഫ് മൂവ് ഓൺ ചെയ്യാൻ ഇതാണ് എനിക്ക് ബെറ്റർ ചോയ്സ് അവൻ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത ഒരു ലൈഫാണ് ജാസി. അതിനെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള അവകാശങ്ങളോ കാര്യങ്ങളോ റൈറ്റ്സോ ഇല്ല. മേ ബി അവൻ ഇങ്ങനെ ഒരു പെണ്ണായി ജീവിക്കാനാണ് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാനാണ് ലൈഫിൽ ഓക്കെ എന്നുണ്ടെങ്കിൽ അതല്ലേ ബെറ്റർ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളെ ജെൻഡറിന് അല്ലെങ്കിൽ ഒരു മെയിലില് പീരിയഡ്സ് എങ്ങനെയാ, അല്ലെ പീരിയഡ്സ് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഫീമെയിലിനെ വെച്ചിട്ട് ഒരു മെയിലിന് പീരിയഡ്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അത് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അതേപോലെ തന്നെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അവർക്ക് അവരുടെ ജെൻഡർസും കാര്യങ്ങളൊക്കെ അറിഞ്ഞു പിന്നെയും അതേ ബോഡിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി അവരത് മൂവ് ഓൺ ചെയ്ത് അവരൊരു കറക്റ്റ് ലൈഫ് തെരഞ്ഞെടുക്കുക എന്നുണ്ടെങ്കിൽ അതല്ലേ ബെറ്റർ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് സഹിച്ചും നിന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ ആകത്തെ ലൈഫല്ലേ ഉള്ളൂ. അത് നമ്മൾ മാക്സിമം നമ്മളെ മനസ്സിലാക്കി നമ്മളെ എൻജോയ് ചെയ്ത് നിൽക്കേണ്ട ലൈഫല്ലേ. അപ്പം അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതായത് ഡിഫൈൻ ദെയർ ബോൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മെസ്കുലിറ്റി ആൻഡ് ഫെമിലിറ്റി അക്രോസ് ദെയർ ലൈഫ് സ്പാൻ. അതായത് ഒരു പുരുഷത്തെ ഒരു സ്ത്രീയത്തെ ഒക്കെ അവരെന്താണ് മനസ്സിലാക്കി അവരുടെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് എടുക്കുന്നത്. ഇനി ഇതിൽ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ക്ലിയർ ആണ്. എന്താണ് ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയാമോ? പറയാലോ. ഗ്രോത്തും ഡെവലപ്മെന്റും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്മെന്റ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫിസിക്കലി ഉണ്ടാകുന്ന ഒരു ചേഞ്ചസിനും കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഗ്രോത്ത് തന്നെ നമ്മൾ കുഞ്ഞു കൈയും കാലം എന്താണ് ചെറുതുനിന്ന് വലുതായി ഇങ്ങനെ വരുന്ന ഗ്രോത്ത് ആണ്. അതേപോലെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഫിസിക്കലി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കൊഗ്നിറ്റീവ്ലി ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയാണ്, ഒരു കുട്ടീനെ കൺസീവ് ചെയ്ത് മുതൽ അത് ഡെത്ത് ആകുന്നതിനിടയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ബർത്ത് മുതൽ ഡെത്ത് വരെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ജീവിതം മുഴുവൻ ഒരു ചേഞ്ചസും കാര്യത്തിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഗ്രോത്ത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ ഗ്രോത്ത് ആയിട്ട് പറയാം. അതായത് കുഞ്ഞു ഫിസിക്കലി ഉണ്ടാകുന്ന ഓർഗൻസിന് ചേഞ്ച് ആകട്ടെ, വരുന്ന ഒരു വ്യക്തി കുട്ടിക്കോ അല്ലെങ്കിൽ ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. അവർ കുറെ ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. അവർക്ക് എന്താണ് സൗണ്ടിനും കാര്യങ്ങൾക്ക് ചേഞ്ചസ് വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ് ഗ്രോത്ത് ആണ്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു വുമന്റെ മൊത്തമായിട്ടുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ജീവിതം മൊത്തമായിട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഡെവലപ്മെന്റിനെയാണ് ചേഞ്ചിനെയാണ് നമ്മൾ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായടാ? ഓക്കെ മാം. ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. ഓക്കെ ആണോ? ഒന്നുകൂടെ യെസ് മാം, ഓക്കെ ആണ്. പറയണോ? ഹലോ, ഓക്കെ ആണോടാ? ആളെ കാണാനില്ലേ? അപ്പൊ ഓക്കെ. ഇനി ആന്റി വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ?